രാജീവേ, ഇനി ആരെങ്കിലും നിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞേക്കണം നീ തൃച്ചംബരത്തേതാണെന്ന്. അതിനുള്ള അവകാശം ഞങ്ങൾ നിനക്ക് തന്നിരിക്കുന്നു. ഗോ ആൻഡ് ഗെറ്റ് റെഡി. വാ, അകത്തോട്ടിരിക്കാം. ഹലോ, ആ നീ എത്തിയോ? ഞാൻ എന്താ വരുന്നടാ. നമ്മുടെ കുട്ടപ്പായി ഗൾഫിൽ നിന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. താഴെ എത്തി, ഞാൻ വിളിച്ചോണ്ട്. നീ പോയിട്ട്. ശരി. ദൈവമേ, നീ എന്താ ഈ പറഞ്ഞത്? രാജീവിനെ നീ പറഞ്ഞിട്ട് തട്ടിക്കൊണ്ടു പോയെന്നോ? എന്റെ നാട്ടിലുള്ള ഗുണ്ടകളാ. എനിക്കവിടെ ചില 18-ാം കമ്പനിയൊക്കെ ഉണ്ട്. ബീറും കാശും കൊടുത്താ അവന്മാരെന്തും ചെയ്യും. എടി വൃത്തികെട്ടവളെ, എന്തിനാടിയ നീ ഇത് കാണിച്ചത്? ദൈവമേ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഇതെങ്ങാനും അഖിലാണ്ടീശ്വരി അറിഞ്ഞ അതോടെ തീർന്നു നിന്റെ സകലതും. അഖിലാണ്ടീശ്വരിയുടെ കയ്യിലിരിക്കുന്ന തോക്ക് നീ കണ്ടതാണല്ലോ. അതിലൊരു ഉണ്ട ഉടനെ നിന്റെ തീർച്ചയിൽ കയറും. എന്തിനാടി നീ വിവരക്കേടൊക്കെ കാണിച്ചത്? എന്നെ കൂടി കൊലയ്ക്ക് കൊടുക്കാനാണോ? ആ കല്യാണിയുടെ കല്യാണം മുടക്കാനാ ഞാനിത് ചെയ്തത്. അന്ന് അവൾ ആ പ്രിയങ്കയുടെ പേരെഴുതി നറുക്കിട്ടില്ലായിരുന്നെങ്കിലേ പ്രിയങ്കയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേനെ. ആനന്ദേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം മുടക്കിയ ആ കല്യാണി രാജീവിനെ കെട്ടി അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ടെന്ന് ഞാൻ കരുതി. കല്യാണം മുടങ്ങി കരഞ്ഞ് കരഞ്ഞ് വിശന്ന് അവള് ചാവണം. അതാ എന്റെ ആഗ്രഹം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ തന്നെ ഈ കല്യാണം മുടക്കി തരാന്ന്. പിന്നെ എന്തിനാടി നീ വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചേ? ഓ പിന്നെ ആന്റി എന്ന് കല്യാണിയുടെ നിശ്ചയം മുടക്കോന്നൊക്കെ പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അതാ ഞാൻ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തത്. ഇത് ആന്റി അറിഞ്ഞ സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ ആന്റിയോട് പറയാതെ ഓപ്പറേഷൻ നടത്തിയത്. ദുഷ്ടതകളെ, ഇതൊക്കെ നിങ്ങളുടെ പരിപാടിയായിരുന്നല്ലേ? കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ തന്നെ ഇതെല്ലാം മാഡത്തോട് പറയാൻ പോവാ. എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കിയിട്ട് നീയൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്ന ഞാനിപ്പൊ തീർത്തു തരാം. അയ്യോ, പാടി പിടിക്കവനെ. നിക്കടാ അവിടെ. എന്നെ വിടന്നെ. നീയൊക്കെ എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കുമല്ലേ? വിടന്നെ. നിന്നോടല്ലേ നിക്കാൻ പറഞ്ഞേ? നിക്കണ അവിടെ. എന്നോടല്ലേ നിക്കാൻ പറഞ്ഞേ?
ഓടുവല്ലേ അവിടെ എന്നെ നിൽക്കണം. വീട് വീട് പിടിക്ക്. നിക്കടാ അവിടെ. നിക്കടാ അവിടെ. വേണ്ട വീട് വീട് ആന്റി ഇവൻ എന്ത് ചെയ്യണം ആന്റി? അതെ, ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഇവനെ എവിടെയെങ്കിലും പൂട്ടിയിടാം. ആ വീട് ഇറങ്ങി നിക്കടാ അവിടെ. പിടിക്കേ. ആ, വേണ്ട വീട് നിക്കടാ അവിടെ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അയ്യോ നീ ഓടുവല്ലേടാ? ഏ, അങ്ങനെ നിന്നെ ഞാൻ വിടുന്നില്ല. നിനക്ക് പറയണോ അല്ലേ? പിടിക്കേ. വേഗം കെട്ട ആന്റി. അവിടെ നീ നിക്കടാ അവിടെ. എടാ, നിനക്ക് അഖിലമ്മടത്തോട് പറയണോ അല്ലേ? കാണിച്ചു തരാടാ നിനക്ക്. ആന്റി ഇവൻ എവിടെ കൊണ്ട് കൂട്ടിയിടും? വാ, നമുക്ക് നോക്കാം. വാടാ. നടക്കടാ. ഇങ്ങോട്ട് വാടാ. വേഗം പിടിക്കല്ലേടാ. ഇവിടെ വേണ്ട. വാ, നടക്കടാ. കേറടാ. ഇങ്ങോട്ട് കേറടാ. വാടാ. ദേ, നീ ആ വാതിൽ തുറക്ക് പെട്ടെന്ന്. ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ തടിയാ നീ? ഇനി ഇവിടെ കിടന്നീ പോ. ഏതെങ്കിലും കമ്പോ അണിയോ വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക്. പെട്ടെന്നാവട്ടെ. ആ. ഇവനെ ഇനി ഇവിടെ കിടന്നോളൂ. കിടന്ന് അനുഭവിക്കട്ടെ. നീ വാ. ആന്റി അവൻ ചത്തുപോകൂലേ? ചാകട്ടെടി ചാകട്ടെ. ആർക്ക് ഛേദം? ഇതുപോലെ കൊറേണ്ണം ചത്താലേ നമ്മളെ പോലെ കൊറേണ്ണത്തിന് ജീവിക്കാൻ പറ്റൂ. നീ വാ. ഹലോ അലക്സ്, എന്തേ? ആ ആനന്ദേ, നീ തന്ന നമ്പർ വെച്ച് സ്ഥലം കണ്ടെത്തി. ആ ഇപ്പോ ചെങ്കൽ കോളനിയിലുള്ള ടവറാ ലൊക്കേഷൻ കാണിക്കുന്നത്. അതിന്റെ പരിസരത്ത് എവിടെ ആളുണ്ട്. ഗുഡ്. ഈ ചെങ്കൽ കോളനി എന്ന് പറഞ്ഞാ അതാ ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ് ഇടത്തോട്ട് പോകുന്ന വഴിയല്ലേ? ആ പുതിയ പാലം കഴിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊരു ഫോറസ്റ്റ് ഏരിയക്ക് അടുത്താ. നീ ആരോടെങ്കിലും തിരക്കിയാൽ മതി. ഉം. ആ വേണമെങ്കിൽ ലോക്കൽ പോലീസിനെ അറിയിക്കുന്നത് നന്നായിരിക്കും. അവിടുത്തെ സ്റ്റേഷനിൽ എന്റെ കൂടെ ട്രെയിനിങ് ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരുണ്ട്. വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരുട്ട് മുമ്പ് എനിക്ക് അവനെ കണ്ടെത്തണം. ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏതായാലും അവരെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചറിയിക്കണേ. ഷോ ഡാ, നീ സൂക്ഷിക്കണം കേട്ടോ. ശരിയടാ, താങ്ക്സ്. ഓക്കെ, ടേക്ക് കെയർ. കമല, മാഡം. ആനന്ദിനെ ഒന്ന് വിളിക്ക്. മാഡം. ഹലോ, രാജീവിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? രാജീവ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയമ്മേ. ഞാനിപ്പോ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. അപ്പൊ രാജീവ് എവിടെയുണ്ടെന്ന് കണ്ടെത്തിയല്ലേ? ശരി ശരി, ഇനി കാര്യങ്ങൾ എളുപ്പമാവും. നീ ഇപ്പൊ എവിടെ? ഏത് സ്ഥലത്ത്? സൈബർ സെല്ലിൽ ജോലിയുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ അലക്സ് വിളിച്ചിരുന്നു. രാജീവിന്റെ മൊബൈൽ നമ്പർ ലൊക്കേറ്റ് ചെയ്തപ്പോ അത് ചെങ്കൽ കോളനിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിപ്പോ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ രാജീവിനെ കൊണ്ടേ വരൂ. ആനന്ദേ, രാജീവിനെ മാത്രമല്ല, അവന്റെ കൂടെ എത്ര പേരുണ്ടെങ്കിലും എല്ലാത്തിനെയും പിടിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കമ്മീഷണർക്ക് അവരുടെ സ്ഥലം മെസ്സേജ് ചെയ്യാം. ശരിയമ്മേ. ആ കമല, രാജീവ് എവിടെയുണ്ടെന്ന് ആനന്ദ് കണ്ടെത്തി കഴിഞ്ഞു. അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് താമസിയാതെ അറിയാം.
അതറിയുമ്പോഴാ ഈ തോക്ക് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്തു പറ്റി രണ്ടുപേർക്കും പതിവില്ലാത്തൊരു ടെൻഷൻ? ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെ തോക്കൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ ഒരു ടെൻഷൻ, അത്രേ ഉള്ളൂ. വിലാസിനി, സത്യം പറയണം, നിന്റെ ഈ വെപ്രാളമൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. രാജീവിനെ കാണാതായതും നീയും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോന്ന്. അയ്യോ ചേച്ചി, സത്യമായിട്ട് ഞാനും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചേച്ചി എന്നെ ഇങ്ങനെ സംശയിക്കരുത്. നീ ഈ തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളാണല്ലോ എന്ന് വെച്ച് കല്യാണിയോട് നീ ഇതുവരെ കാണിച്ചതെല്ലാം ഞാനങ്ങ് ക്ഷമിച്ചതാ. പക്ഷേ രാജീവിനെ കാണാതായതും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ക്ഷമ കാണില്ല. ഈ തോക്ക് നീളുന്നത് നിന്റെ നേരെയായിരിക്കും. സൂക്ഷിച്ചോ നീ. ഇത് ജീവൻ വെച്ചുള്ള കളിയാ, ജീവൻ വെച്ചുള്ള കളി. വാ. ആ ജയന്തി, നീ രാജീവിനെ തട്ടിക്കൊണ്ടുപോയവരെ ഫോണിൽ വിളിക്ക്. അവരെവിടെയാ ഉള്ളത്? ഹലോ. ആ ഞാനാ ജയന്തി. ആ പറഞ്ഞോളൂ മാഡം. അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഒരു പ്രശ്നമില്ല. അത്ര പെട്ടെന്നൊരാളും കണ്ടുപിടിച്ച് വരാനും പോകുന്നില്ല. ഇത് സ്ഥലം വേറെയാ. ഒരു ടെൻഷനും വേണ്ട മാഡത്തിന്. എന്ന ടെൻഷനുണ്ട്. ആനന്ദേട്ടൻ രാജീവിന്റെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. മാത്രമല്ല അഖിൽ ആന്റി പോലീസ് കമ്മീഷണറെ ഫോണിൽ വിളിച്ച് പ്രഷർ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രാജീവിനെയും കൊണ്ട് അവിടുന്ന് മാറണം, അല്ലെങ്കിൽ എല്ലാരും അകത്താവും. ഇപ്പോ അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ മാറാം മാഡം. പെട്ടെന്നാവട്ടെ. സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. അഥവാ പിടിച്ചാൽ തന്നെ ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം മറ്റാരും അറിയാനും പാടില്ല. മനസ്സിലായല്ലോ തനിക്ക്? ഇല്ല മാഡം, മാഡത്തിന്റെ പേര് ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കാം. ആ പിന്നൊരു കാര്യം കൂടി, താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി മാഡം. പെട്ടെന്ന് രാജീവിനെയും കൊണ്ട് അവിടെ നിന്ന് മാറിക്കോ. ഞാൻ ഫോൺ കട്ട് ചെയ്യുവാ. കൊള്ളാടി കൊള്ളാം.
ബഫൂണിനെ പോലെ ഇരുന്നിട്ട് നീ കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ടാലേ ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട നീ. വാ ഇങ്ങോട്ട്. പോ പോ. ആന്റി സുജാതെ, ഞാനൊന്ന് മാർക്കറ്റിൽ പോവാ. ഈ ലിസ്റ്റിലെ അല്ലാതെ വേറെന്തെങ്കിലും വാങ്ങാനുണ്ടോ? വേണ്ട. നീ എന്താ ഇതിനകത്ത്? എന്തോ ഒരു ശബ്ദം കേട്ട പോലെ തോന്നി. വല്ല മരപ്പട്ടി ആയിരിക്കുമോ എന്തോ. വാ വാ പോവാം. ആ ഗുഡ് മോർണിംഗ് മാഡം. ആ നിങ്ങളുടെ ബോസ് ഇല്ലേ ഇവിടെ? ഇല്ല മാഡം. ഓഫീസ് ആവശ്യത്തിന് ഫോൺ ചെയ്തപ്പോ എന്തോ അർജന്റ് കാര്യത്തിലാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഓഹോ, അപ്പോ എപ്പോ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു? അത് പറഞ്ഞില്ല മാഡം. ആ ശരി, ഞാൻ വിളിച്ചോളാം. മാഡം കുടിക്കാൻ എന്താ വേണ്ടേ? ഹോട്ട് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്? നോ താങ്ക്സ്. ഓക്കെ മാഡം. ഹലോ, ആനന്ദിന്റെ കോളാണോ? എക്സ്ക്യൂസ് മീ. സാറല്ല മാഡം, ഇത് ഒഫീഷ്യൽ കോളാ. ഓക്കെ. ആ ഹലോ, ആ പറഞ്ഞോളൂ. ഹലോ ആനന്ദ്, എവിടെ ഇത്? പ്രിയങ്കെ, ഞാനൊരു അർജന്റ് കാര്യത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? അല്ല സി, ഞാനിപ്പോ ആനന്ദിന്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആനന്ദിനെ പരിചയപ്പെടാൻ ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുക. ആനന്ദ് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് വരണം. അയ്യോ, അത് ബുദ്ധിമുട്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. എനിക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി. ഡോണ്ട് ബി സോറി ആനന്ദ്. ഞാനൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എന്റെ കാര്യത്തെക്കാൾ ഇത്ര വലിയ അത്യാവശ്യം എന്താ ആനന്ദിനുള്ളത്? ജസ്റ്റ് ടെൽ മീ.
വാട്ട്സ് എ പ്രോബ്ലം ദേർ? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി പ്രിയങ്ക. കല്യാണിയുടെ കാര്യമായിട്ട് രാജീവിനെ തിരക്കി പോവാ ഞാനിപ്പോ അയാളെ കണ്ടുപിടിച്ചാലേ പറ്റൂ. ഓ, അത്രേ ഉള്ളോ? ആനന്ദ്, എന്റെ ഫ്രണ്ട് ഇന്ന് ഇംഗ്ലണ്ടിൽ പോവാ. ഉച്ചയ്ക്കാ ഫ്ലൈറ്റ്. അതുകൊണ്ട് ഷി കാൻ വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ആനന്ദ്, ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോ. നിങ്ങളെ തമ്മിലൊന്ന് മീറ്റ് ചെയ്യിക്കണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹം. പ്ലീസ്. സോറി പ്രിയങ്ക, ഐ കാൺട്ട് ഹെൽപ്പ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ?